എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ച ദൈവം നമുക്ക് വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ജയോത്സവമായി നടത്തി. ഓരോ ദിവസവും വെളിച്ചവും സമൃദ്ധിയും നന്മയും ഐശ്വര്യവും ഉയർച്ചയും എല്ലാം കർത്താവ് തന്നു. ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം യേശു തന്നു. നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി പേര് ഈ ഭൂമിയിൽ നിന്ന് പോയി. നമുക്ക് ആയുസ്സും ആരോഗ്യവും എല്ലാം കർത്താവ് തന്നു. ഇന്നും ദൈവം നമുക്ക് വിശ്വസ്തനാണ്. നാളെയും നമ്മുടെ ദൈവം വിശ്വസ്ത. ഇന്നലെ ഇന്നും എന്നേക്കും കർത്താവ് അനന്യം തന്നെ മാറാത്തവനാണ്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസം, 6ാമത്തെ ദിവസം, നമ്മൾ കർത്താവിൻ്റെ ബലവും കൃപയും നമുക്ക് കാണും. പുതിയ ആഴ്ച, പുതിയ നന്മകൾ നമ്മെ കാത്തിരിപ്പുണ്ട്. പുതിയ മാസങ്ങൾ നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. പുതിയ മാസങ്ങൾ എന്തിനാണ്? അനുഗ്രഹത്തിന് വേണ്ടി. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതിൽ സീസണുകളെ തരുന്ന ദൈവം, കാലം, സമയം എല്ലാം, മാസങ്ങൾ, വർഷങ്ങൾ ഉണ്ടാകാൻ ദൈവം ആകാശത്ത് വെളിച്ചങ്ങളെ ആക്കിയെന്ന്, സൂര്യനെയും ചന്ദ്രനെയും സമയം ഉണ്ടാക്കിയ ദൈവം. എന്തിനാണ് സമയം ഉണ്ടാക്കിയത്? എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഈ ഭൂമിയിൽ കാണുന്ന സകലത്തിനും ഒരു സമയമുണ്ട്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അപ്പോൾ സമയങ്ങളെ ദൈവം ഉണ്ടാക്കി. എല്ലാ സമയങ്ങളെയും നമ്മൾ അംഗീകരിക്കണം. കരയാനൊരു കാലം, അതൊരു സമയമാണ്. എന്നാൽ ആ കരച്ചിൽ നിന്ന് ചിരിയിലേക്ക് വരുന്നൊരു കാലം വരും. എന്തെല്ലാം അവസ്ഥയിൽ കരഞ്ഞവരുണ്ടോ അവരാണ് വലിയ ചിരിയിലേക്ക് വന്നത്. വേദപുസ്തകത്തിൽ അത് കാണാം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അപ്പൊ കണ്ണുനീര്, ആർപ്പ്, ചിരി മാത്രമല്ല, സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഉഷസ്സിലോ പ്രഭാതത്തിലോ ആനന്ദഘോഷമുണ്ട്. അപ്പോൾ കരച്ചിലിനകത്തു നിന്ന് തന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ചിരി ദൈവം നമുക്കായിട്ട് കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് കരയുന്നവരറിയണം, നിങ്ങളുടെ കരച്ചിലിനകത്ത് നിന്ന്, തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ നിങ്ങളുടെ കണ്ണുനീരിനകത്ത് വലിയ ആനന്ദങ്ങളെ ദൈവം അടക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് കർത്താവേ എനിക്ക് ഇങ്ങനെ ഈ കരച്ചിൽ? എന്തിനാണ് കർത്താവേ എനിക്ക് ഇത്രയും വലിയ വേദന? നിങ്ങളുടെ കരച്ചിലിലും നിങ്ങളുടെ വേദനക്കകത്തു നിന്നും വലിയൊരു ആനന്ദഘോഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സന്ധ്യയിൽ ഇതെല്ലാം കൂടി വരും. സന്ധ്യയിൽ കരച്ചിൽ വന്ന് രാപാർക്കും. ഉഷസ്സിൽ നമുക്കൊരു ഉഷസ്സുണ്ട്, ഒരു വലിയ പ്രകാശമുണ്ട്. ആനന്ദഘോഷത്തിൻ്റെ സമയം നമുക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുക. നമ്മുടെ ഓരോ ദിവസവും ജയമാക്കി യേശു കർത്താവ് മാറ്റും. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമ്മോടുകൂടെ ജീവിക്കുന്നു. അവൻ നമ്മെ ഒരു ദിവസം പോലും കൈവിടില്ല. നമുക്ക് വിശ്വസിക്കാം. യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. കർത്താവിൽ നമുക്ക് എപ്പോഴും സന്തോഷിക്കാം. ആമേൻ. എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിന്നി ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരും ചുറ്റും നിന്നു രാപ്പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകയാൽ
സുന്ദരനം മനോഹര നിന്നെ പിരിന്നി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ സുന്ദരനം മനോഹര നിന്നെ പിരിന്നി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ സുന്ദരനം മനോഹര നിന്നെ പിരിന്നി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകി സുന്ദര സുന്ദരനം മനോഹര നിന്നെ പിരിന്നി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി യേശുവേ വെടിയുകില്ല ഞാൻ. എനിക്ക് ഈ ആഴ്ച വളരെയധികം സന്തോഷം തോന്നി. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ ഹൃദയം മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നോക്കിയാൽ മതി. എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ ഉള്ളിലൊരു പ്രോഗ്രാമുണ്ട്. 6-ാം ദിവസം എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അതാണ് മനുഷ്യൻ. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ ദിവസവും ചിന്തിച്ചത്. 5 ദിവസം ചിന്തിച്ചു. 6-ാം ദിവസം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. 24 മുതൽ വായിക്കുമ്പോൾ അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉളവാക്കി. നല്ലത് എന്ന് ദൈവം കണ്ടു. ഇവരെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അതായത് ഈ പർവ്വജാതി എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിലേക്കുള്ള കുതിപ്പ്. എന്നാൽ ഇന്ന് ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ദൈവത്തിന് വേഗത ഇഷ്ടമാണ്. അപ്പോൾ തന്നെ വളരെ സ്ലോ ആയി പോകുന്നതും ദൈവത്തിന് ഇഷ്ടമാണ്. എനിക്ക് 10ാം ക്ലാസ്സിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു പാഠം ഉണ്ടായിരുന്നു. സ്വിഫ്റ്റ് തിങ്സ് ആർ ബ്യൂട്ടിഫുൾ ആൻഡ് സ്ലോ തിങ്സ് ആർ ബ്യൂട്ടിഫുൾ. അപ്പോൾ സ്വിഫ്റ്റ് തിങ്സ് എന്ന് പറയുമ്പോൾ വേഗതയുള്ളത് മനോഹരമാണ്. ഇടിമിന്നൽ ഭയങ്കര വേഗതയുള്ളതാണ്. ഓരോ കാര്യങ്ങളും. അപ്പോൾ തന്നെ ഒരു പൂ വിരിയുന്നത് അത് ഒരു ചെറിയ കാര്യമാണ്. ഒരു പൂ വിരിയെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല. അതെന്ത് മനോഹരമാണ് വിരിഞ്ഞു കഴിയുമ്പോൾ. വേഗതയുള്ളതും ഭംഗിയാണ്, വളരെ വേഗത കുറഞ്ഞതും. അപ്പോൾ വേഗത എന്നുള്ളത് ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. വളരെ വേഗതയുള്ളവർ ജീവിതത്തിൽ എങ്ങ് എത്താത്തവരെ എനിക്കറിയാം. വളരെ സ്ലോ ആയിട്ടുള്ള പലരും ജീവിതത്തിൻ്റെ ഉയരങ്ങളിൽ എത്തിയതും നമ്മൾ ഈ സമൂഹത്തിൽ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെയും വേഗതയനുസരിച്ച് വിധിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാവരും ദൈവമാണ് സൃഷ്ടിച്ചത്. ഞാൻ ഒന്നുകൂടി വായിക്കാം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, മൂന്നിൻ്റെ വേഗത വേറെയാണ്. കന്നുകാലി
അതിന് അത്യാവശ്യം മനുഷ്യൻ്റെ വേഗതയുണ്ട്. മനുഷ്യൻ്റെ ഒപ്പം നിൽക്കും. അതുകൊണ്ടാണ് ഈ കന്നുകാലികളെയെല്ലാം വാഹന മൃഗങ്ങളാക്കിയൊക്കെ മാറ്റി. പോത്തിൻ്റെ പുറത്തും കാളയുടെ പുറത്തും ഒക്കെ കയറിപ്പോകുന്നവരും വണ്ടിയാക്കി വാഹനമാക്കി എല്ലാം അവർ മനുഷ്യൻ്റെ ഒപ്പത്തിൽ സഞ്ചരിക്കുന്നവരാണ് കന്നുകാലികൾ. മനുഷ്യൻ്റെ വേഗതയാണ് ഈ ജീവികൾക്ക്. എന്നാൽ വേറൊരു പാർട്ടിയുണ്ട്, ഇഴജാതി. അപ്പോൾ മനുഷ്യൻ്റെ ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം പോകുന്നവരുമുണ്ട്. ചിലത് ഇഴജാതി പോലെയാണ്. സമയത്തിനും കാലത്തിനും ഒരുങ്ങത്തുമില്ല, സമയത്തും കാലത്തും ആരുടെയും ഒപ്പത്തിനൊപ്പം എത്തുകയുമില്ല. 7 മണിക്ക് പോകാമെന്ന് പറഞ്ഞാൽ 8:30 ഒരുങ്ങി വെളിയിൽ വരും. ഇഴജാതി ഇഴഞ്ഞേ എത്തുള്ളൂ, എവിടെയും സമയത്തിന് എത്തൂല, വളരെ ലേറ്റാണ്. എന്നാൽ നോഹയുടെ പെട്ടകത്തിലോട്ട് നോക്കുമ്പോൾ മുയലെത്തിയിട്ടും ആമ എത്തിയിട്ടില്ല. ആമ വളരെ ലേറ്റാണ്. എന്നാൽ ആമയും കൂടി അകത്ത് കയറിയപ്പോഴാണ് ദൈവം വാതിൽ അടച്ചത്. മുയൽ ഇത്തിരി വേഗതയുണ്ട്, ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പുള്ളിപ്പുലി വളരെ വേഗതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ചീറ്റപ്പുലി, ഇവരെല്ലാം ആദ്യം പെട്ടകത്തിലെത്തിയെങ്കിലും ദൈവത്തിൻ്റെ ഇഴജാതിയും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ചിലർ ലേറ്റാണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ അവർ ലേറ്റല്ല. ദൈവം അവരെ ലേറ്റായിട്ട് സൃഷ്ടിച്ചിരിക്കുക, എല്ലാത്തിലും ലേറ്റാണ്. എന്നിട്ട് വേഗതയുള്ള പുള്ളിപ്പുലിയും ഇഴജാതിയും കൂടി ഒരുമിച്ച് ഈ വിവാഹമൊക്കെ നടക്കുമ്പോൾ ഇതാണ്. ഭാര്യ വളരെ സ്ലോ ആയിരിക്കും ചില വീട്ടിൽ, ഭർത്താവ് വളരെ വേഗത. വേറെ ചില വീട്ടിലോ ഭർത്താവ് ഇങ്ങനെ പേപ്പറും വായിച്ചു കുത്തിയിരിക്കും, ഒരു കാര്യത്തിലും വേഗതയില്ല. ഭാര്യയാണെങ്കിലോ ചീറ്റപ്പുലി പോലെ. ശരിയാണ്, ചീറ്റപ്പുലി പോലെയാണ് അടുക്കളയെന്നൊക്കെ ചിലപ്പോൾ വരുന്നത്. അപ്പോൾ ഈ ചീറ്റപ്പുലിയും ഇഴജാതിയും ഒന്നിച്ച്, അപ്പോൾ ദൈവം ഇങ്ങനെ ഇവരെ ഒന്നാക്കി വെച്ചിരിക്കുകയാണ്. രണ്ടുപേരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിന് വിലയേറിയവരാ. ദൈവം അവരെ സ്ലോ ആയിട്ട് സൃഷ്ടിച്ചു. അപ്പൊ വേഗതയുള്ളവരുടെ വഴക്ക് എൻ്റെ ഒപ്പം ആരും എത്തുന്നില്ല. സ്ലോ ആയിട്ടുള്ളവർക്ക് എന്നും നിന്നയും പരിഹാസമാണ്. ഇപ്പൊ കന്നുകാലി നോക്ക്, കാള, പോത്ത്, ഇവരെല്ലാം മനുഷ്യന്റെ വേഗതയിലാണ്. അവർക്ക് വലിയ പ്രശ്നമില്ല. എന്നാൽ എല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. വേഗത ദൈവത്തിൻ്റെതാണ്. ഒരു വ്യക്തി എത്ര അധികം വേഗതയിൽ ഈ ഭൂമിയിൽ ഓടുന്നു എന്നുള്ളതല്ല വിഷയം, അവൻ ലക്ഷ്യത്തിലെത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഇഴജാതിയും ലക്ഷ്യത്തിലെത്തുന്നു, കന്നുകാലിയും ലക്ഷ്യത്തിലെത്തുന്നു, കാട്ടുമൃഗം അതിവേഗതയുള്ള ജീവികളാണ്, അവരും ലക്ഷ്യത്തിലെത്തുന്നു. അവർക്കും വർധനവുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വർദ്ധിച്ചു പെരുകുന്നു. അവരുടെ ജീവിതം അവർ പൂർത്തിയാക്കുന്നു. വളരെ സ്ലോ ആയിട്ടുള്ളതും മീഡിയമായിട്ടുള്ളതും അതിവേഗതയുള്ളതും എല്ലാം ദൈവം നിർമ്മിച്ചതാണ്. ആർക്കും ആരെയും വിധിക്കാൻ അവകാശമില്ല. ഞാൻ വളരെ വേഗതയുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ ലക്ഷ്യം നീ പൂർത്തിയാക്കിയാൽ മതി. പൗലോസ് പറഞ്ഞ പോലെ ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, വളരെയധികം അധ്വാനിച്ചു, നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് കേൾക്കുമ്പോൾ ചില വീട്ടമ്മമാർ ഞാനൊന്നും ചെയ്തില്ല. പൗലൂസിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളാണ്. കുറേ ദൈവദാസന്മാർക്ക് എനിക്ക് പൗലൂസിനെ പോലെ ഓടാൻ കഴിഞ്ഞില്ല. കുഞ്ഞെ, നീ ചെയ്യേണ്ട വേല നീ ഭംഗിയായി ചെയ്താൽ മതി. സ്ത്രീകൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. നമ്മെ ഏൽപ്പിച്ച കാര്യം ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ മതി. അത് ഇഴഞ്ഞാണെങ്കിലും ചെയ്തു തീർത്താൽ മതി. ഇഴജാതിയോട് ദൈവം പറയുന്നത് നീ ഇഴഞ്ഞങ്ങോട്ട് എത്തിയാൽ മതി, നിന്റെ കാര്യം റെഡിയാ. നിന്റെ കാര്യം ചെയ്യാൻ നീ ഇഴഞ്ഞു പോയാൽ മതി. അധികം അത്രയേ ഉള്ളൂ നിനക്ക്. ഞാൻ നിനക്ക് അത്രേ വെച്ചിട്ടുള്ളൂ. ഇന്ന് ആരോടൊക്കെ ദൈവം ഇടപെടുന്നുണ്ട്. എനിക്ക് കുതിരയെപ്പോലെ വേഗത ഇല്ലാതെ പോയല്ലോ, അതൊന്നൊരു വിഷയമല്ല. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം നടന്നാൽ മതി. നിന്നെ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്യുക.
2 ഏൽപ്പിച്ചവർ, 5 ഏൽപ്പിച്ചവർ, 10 ഏൽപ്പിച്ചവർ. 10 ലഭിച്ചാൽ അത് 20 ആക്കാം. 5 ലഭിച്ചവർക്ക് 10 ആക്കാം. 1 ലഭിച്ചവർക്കോ 2 ആക്കാം. ഇതെല്ലാം ലഭിച്ചതിനനുസരിച്ച് വ്യാപാരം ചെയ്താൽ മതി. നിനക്ക് കിട്ടിയ ജീവിതം, നിനക്ക് ലഭിച്ച താലന്ത്, നിന്റെ കഴിവുകൾ, എല്ലാവരെ പോലെ നീ അവരെ പോലെ ഓവർ സ്മാർട്ട് ആകണ്ട. നീ സ്മാർട്ടായാൽ മതി. നിന്റെ ജോലി നീ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ നീ സ്മാർട്ടായിരിക്കും. ദൈവം 3 ടൈപ്പ് വേഗതകളെ ഉണ്ടാക്കി. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം, ഇങ്ങനെ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ ഉളവാകട്ടെ. അപ്പൊ ദൈവത്തിന്റെ ഹിതമാണത്. ഓരോ വേഗതകളും, വേഗത ദൈവത്തിന് ഇഷ്ടമാണ്. ആ വേഗതയെ, ദൈവം തന്ന വേഗതയെ വിശ്വസ്തയോട് ഉപയോഗിക്കണം. പുള്ളിപ്പുലിയോട് കർത്താവിന് പറയാനുള്ളത്, നിന്റെ ഭക്ഷണം മാനാണ്. അതുകൊണ്ട് നീ വേഗത കുറഞ്ഞാൽ നിന്റെ കാര്യം പോക്ക. പുള്ളിമാനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ചീറ്റച്ചേട്ടൻ വരുന്നുണ്ട് പുറകെ, ആഞ്ഞു ഓടിക്കൊള്ളണം, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. പുള്ളിപ്പുലിയോട് പറഞ്ഞത്, നീ ശരിക്കും ഓടിയില്ലെങ്കിൽ നീ പട്ടിണി കിടന്ന് ചാകും. മാനോട് പറഞ്ഞത്, നീ മര്യാദക്ക് ഓടിയില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. എല്ലാവരോടും ദൈവം വേഗതയുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ വേഗത തന്നെ വേണം. എന്നാൽ ഇഴയുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ എല്ലാം ഇഴച്ചില്ല. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സർക്കാർ ഓഫീസാണെന്ന് ഓർമ്മ വരും. അല്ല, സർക്കാർ ഓഫീസൊക്കെ പഴയ പോലെയല്ല. സർക്കാർ സ്കൂളൊക്കെ മുന്നിലെത്തി. വേഗത, ഓരോന്നിനും ഓരോ വേഗതയുണ്ട്. ആ വേഗത ദൈവത്തിന് പ്രസാദമാണ്. ആ സമൂഹത്തിൽ ഒരു വേഗതയായിരിക്കണം. ഓരോ സമൂഹത്തിനും ഒരു വേഗതയുണ്ട്. ഒരു ചർച്ചിനൊരു മൂവുണ്ട്, ഒന്നിച്ച് മൂവ് ചെയ്യണം. ഒരു പട്ടാളത്തിൽ ഒരുമിച്ച് മാർച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു വേഗതയായിരിക്കണം. ഒരുമിച്ച് കാലെടുത്ത് വെക്കണം, ഒരുമിച്ച് വലത് കാല് ഇടത് കാല് ഒരുമിച്ചായിരിക്കണം. വേഗത ഒരു സമൂഹത്തിൽ ഒന്നിച്ചായിരിക്കണം. അല്ലെങ്കിൽ ആ സമൂഹത്തിൽ മുന്നേറ്റങ്ങൾ അസാധ്യമാണ്. ചില സമൂഹത്തിൽ വേഗതകൾ കുറവായിരിക്കാം. അത് ദൈവത്തിന് വിഷയമല്ല. ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം അതത് തരം കാട്ടുമൃഗങ്ങളെയും അതത് തരം കന്നുകാലികളെയും അതത് തരം ഭൂചര ജന്തുക്കളെയും ഉണ്ടാക്കി. നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം നല്ലതെന്ന് കണ്ടു എല്ലാ വേഗതകളെയും. ചിലപ്പോൾ നീ 25 കൊല്ലം കൊണ്ടായിരിക്കാം ഒരു ഉയർന്ന തലത്തിലെത്തുന്നത്. ചിലർ 5 വർഷം കൊണ്ട് എത്തും. നീ 5 വർഷം കൊണ്ട് എത്തിയവരെ നോക്കിയിട്ട് വിഷമിക്കണ്ട. നിന്നെക്കുറിച്ച് ദൈവം 25 വർഷം കൊണ്ട് എത്താനാണെങ്കിൽ നീ അവിടെ എത്തിയാൽ മതി. എത്തിയിരിക്കണം. നീ ആ നിലയിൽ എത്തണം. ചിലപ്പോൾ 5 വർഷം കൊണ്ട് എത്തിയവനേക്കാൾ മുൻപിൽ 25 വർഷം കൊണ്ട് എത്തിയവൻ തലമുറയിലേക്ക് കൈമാറുന്ന വൻ കാര്യങ്ങളിലേക്ക് എത്താം. അതുകൊണ്ട് ദൈവമാണ് തീരുമാനിക്കുന്നത് നിന്റെ ഭാവി. നിനക്കുള്ള വേഗത കൊണ്ട് നീ വിശ്വസ്തയോടെ മുന്നേറണം. ദൈവം എല്ലാം നല്ലതെന്ന് കണ്ടു. അടുത്തത്, ദൈവത്തിന് സ്വസ്ഥമായി. ഇനി എന്ത് ചെയ്യണം? അനന്തരം ഈ 5 ദിവസങ്ങൾക്ക് ശേഷം 6-ാം ദിവസത്തിൻ്റെ ഒടുവിൽ വേഗതകളെ കൂടി നിർമ്മിച്ച ശേഷം ഈ 5-6 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ സകലത്തെ അടക്കി വാഴാൻ ദൈവത്തെ പോലെ, ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കാൻ ദൈവം തീരുമാനിച്ചു. നല്ലതുകളെ ഉണ്ടാക്കിയ ശേഷം ഏറ്റവും നല്ലതിലേക്ക് ദൈവം സ്റ്റെപ്പ് വെച്ചു. ഇന്ന് നല്ലത് പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുറകെ ഏറ്റവും നല്ലത് വരുന്നുണ്ട് എന്നൊരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. നല്ലത് മാത്രം കണ്ടവരോട് പറയട്ടെ, ഇടയ്ക്കൊരു ചീത്ത കാണുന്നുണ്ട്, നല്ലത് പലതും കാണുന്നുണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് ഇനി വരാൻ പോകുന്നതാണ്. അതാണ് കാനാവിലെ കല്യാണ വീട്ടിൽ. ഇത്രയും നല്ലത് നീ അവിടെ വെച്ചിരുന്നു. ഏറ്റവും നല്ലത് പുറകെ വരുന്നതാണ്.
നല്ലത്, ഏറ്റവും നല്ലത് ഇനിയും വരാനുണ്ട്. എത്ര പേര് അതിന് ആമേൻ പറയും? ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ പൂർണ്ണതയിൽ, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന മനുഷ്യൻ, അതായിരുന്നു ആദാം. പിന്നീട് യേശു കർത്താവ് വന്ന് മനുഷ്യൻ പാപം ചെയ്ത ശേഷം ആ സമ്പൂർണത നഷ്ടപ്പെട്ടപ്പോൾ യേശു ക്രിസ്തു വന്നത് മടക്കി തന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന ആ യേശു നമ്മിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ആ പെർഫെക്ഷനിലേക്ക്, പൂർണ്ണതയിലേക്ക് നമ്മെ വീണ്ടും ഉളവാക്കി. ഈ സത്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനെയൊന്നും അംഗീകരിക്കുന്നില്ല. ഇതിൽ ആര് വിശ്വസിച്ചുകൊണ്ട് ഇന്നു മുതൽ അത് പറയാനും അതിൽ പ്രവർത്തിക്കാനും തുടങ്ങുമോ, നിന്റെ വേഗത ആകാശത്തിലെ കഴുകനെ പോലെ വളരെ വേഗത്തിൽ നീ കുതിക്കും. ഒരുപക്ഷെ നീ ഇഴജാതിയായിരിക്കും, എന്നാൽ നീ കഴുകനായി മാറും. ചെറിയ ആട്ടിൻകൂട്ടത്തെ മനോഹര കുതിരയാക്കി മാറ്റുമെന്നാണ് നമ്മൾ സെക്കരിയാവിൽ വായിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ. അപ്പോൾ സൈന്യങ്ങളെ യഹോവ യഹൂദാഗ്രഹമായ തൻ്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ എനിക്കൊരു മനോഹര കുതിരയാക്കി മാറ്റും, കുതിരകളാക്കി മാറ്റും. ആടിനെ കുതിരയാക്കുന്ന, കോഴിയെ കഴുകനാക്കി മാറ്റുന്ന വേഗതയാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ദൈവം പദ്ധതികളെ പൊളിക്കും. വേഗതയില്ലാത്ത ഇഴജാതി പോലെ നടന്നതിനെ യേശുവിനെ സ്വീകരിക്കുന്നതോടുകൂടി അവൻ്റെ വേഗത വർദ്ധിക്കും. കണ്ണിമയ്ക്കുന്നതിനിടയിൽ പറക്കാനുള്ളവരായി നാം മാറും. നമ്മുടെ വേഗതയെ ദൈവം മാറ്റിമറിക്കും. അതിവേഗത്തിൽ നാം ഇവിടെ നിന്ന് മാറി മറിയും. ഈ ഭൂമിയിലും വേഗതയിൽ കാര്യങ്ങൾ തീർക്കാനുള്ള ശേഷിയുള്ളവരായി മാറും. ദൈവം ഏറ്റവും നല്ലതിനെ ഉണ്ടാക്കി നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക. അങ്ങനെ ദൈവം അവരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിലും വാഴട്ടെ. വേഗത കുറഞ്ഞതിലും വേഗത കൂടിയതിലും, കുതിച്ചുയരുന്നതിലും ആർത്തു വളരുന്നതിലും എല്ലാറ്റിലും വാഴണം. എല്ലാറ്റിൻ്റെ മാനേജർ, എല്ലാറ്റിൻ്റെ അധികാരി, എല്ലാറ്റിൻ്റെ ഉടമസ്ഥൻ. ധനികനായ ഒരു അപ്പന് ഒരു മോൻ ജനിച്ചതുപോലെ ജനിച്ചു വീണത് സകലത്തിൻ്റെ അവകാശിയായി. ഇതാണ് ആദാം, ഇതാണ് ഹൗവ. പിറന്നു വീണത് സമ്പന്നതയുടെ മടിത്തട്ടിൽ. ഇതാണ് ബൈബിളിൻ്റെ 1-ാമത്തെ അധ്യായം. നാം വീണ്ടും ജനിച്ചപ്പോൾ ദൈവരാജ്യത്തിലാണ്, പുതിയ സൃഷ്ടികളാണ്, ക്രിസ്തുവിൻ്റെ മക്കളാണ്, രാജാവിൻ്റെ മക്കളാണ്. രാജാവിന് ഒരിക്കലും പിച്ചക്കാരൻ മോൻ ജനിക്കുന്നില്ല. രാജാവിന് ഒരു മോൻ ജനിച്ചു. മോൻ ജനിച്ച് ഒരു 10-15 കൊല്ലമായപ്പോൾ മോൻ പറയാണ്, അമ്മാ തായേ. രാജാവിൻ്റെ കയ്യിലൊരു പൊൻചങ്കോലുണ്ട്, അത് വെച്ച് തലമണ്ടക്കടിക്കും. കാരണം പിച്ചക്കാരൻ മോൻ രാജാവിന്. ഇതെന്തൊരു പ്രതിഭാസമാണ്. ദൈവസഭയിൽ മാത്രമേ ഉള്ളൂ രാജാവിന് പിച്ചക്കാരൻ മക്കൾ. രാജാവിന് ജനിച്ചതൊക്കെയും രാജകുമാരികളും രാജകുമാരന്മാർ. പിറന്നു വീണത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാണ്. രാജാവിൻ്റെ വീട്ടിൽ പറന്നു വീണു. ആദാം പറന്നു വീണത് സമൃദ്ധിയുടെ മടിത്തട്ടിൽ. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദാരിദ്ര്യത്തിൻ്റെ മടിത്തട്ടിൽ പറക്കാൻ തുടങ്ങി. എന്നാൽ യേശു ദരിദ്രനായി പിറന്നത് നാം സമ്പന്നനായി വീണ്ടും ജനിക്കാൻ പിറക്കാനാണ്. നമ്മുടെ 1-ാമത്തെ പിറക്കൽ ദാരിദ്ര്യമായിരിക്കാം. 2-ാമത്തെ ജനനം, വീണ്ടും ജനനം, യേശുവിനെ സ്വീകരിച്ചപ്പോൾ നാം പിറന്നു വീണത് ദൈവരാജ്യത്തിലാണ്. ഈ വെളിപ്പാടില്ലാത്തവർ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കും. ഈ വെളിപ്പാട് നമുക്ക് വേണം. യേശു ദരിദ്രനായത് നാം സമ്പന്നനാകാൻ. സമ്പന്നത ക്രിസ്തുവിലൂടെ ഉണ്ടാകും. വാഴണം, നിറയണം, സകലത്തെ അടക്കി വാഴണം. 6-ാം ദിവസം ഇത് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? സ്വസ്ഥതയിൽ പ്രവേശിച്ചു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായി. കാരണം ദൈവം സംതൃപ്തനായി. സകല അനുഗ്രഹങ്ങളെയും
അടക്കി വാഴാൻ എന്നെ പോലെ എൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനുണ്ടല്ലോ. ദൈവത്തിന് സ്വസ്ഥതയായി. നാം ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. നാം ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അപ്പോൾ തന്നെ ദൈവത്തിന് സ്വസ്ഥതയാണ്. നാം ഉള്ളത് കൊണ്ട് ദൈവത്തിന് സ്വസ്ഥതയാണ്. നമ്മൾ കാര്യങ്ങൾ ഈ ഭൂമിയെ ശരിയായ രീതിയിലേക്ക് നാം കൊണ്ടുവരും. നാം ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ്. ദൈവത്തിൻ്റെ വിശ്രമം നമ്മളായിരിക്കണം. നമുക്കിതിനെക്കുറിച്ചൊക്കെ ഇനിയും ചിന്തിക്കണം. വേദപുസ്തകം നന്നായി ധ്യാനിക്കണം, പഠിക്കണം. അതിനുള്ള കൃപ ദൈവം തരും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ 6 ദിവസം കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 6 ദിവസത്തെ സൃഷ്ടിപ്പിനായി സ്തോത്രം. സകലത്തെയും ഉണ്ടാക്കി നല്ലതാക്കിയിട്ട്, നല്ലതിനെ ഉണ്ടാക്കിയിട്ട് ഏറ്റവും നല്ലതിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ച പലതും നല്ലതായിരുന്നു. എന്നാൽ ഞങ്ങൾ ഏറ്റവും നല്ലതെന്ന സ്ഥാനത്ത് നിന്നില്ല. അങ്ങേ വിട്ടുമാറി, അങ്ങയുടെ വഴിയിൽ നിന്ന് പോയി. ഞങ്ങളിതാ മടങ്ങി വരുന്നു. യേശുവെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ആ വീണ്ടും ജനനത്തിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് സകലത്തെ ഞങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ, പ്രകൃതിയെ, ജീവജാലങ്ങളെ, കണ്ണിൽ കാണുന്നതിനെയെല്ലാം അധികാരത്തിൽ നിലനിർത്തുവാൻ ഞങ്ങളുടെ നാവിൻ്റെ മേൽ, ഞങ്ങളുടെ വാക്കുകളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അധികാര വാക്കുകൾ, മലയെ നീക്കുന്ന വാക്കുകൾ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കുന്നു. ഇത് കേൾക്കുന്ന വീടുകളിൽ എല്ലാവരുടെ മേലും അസാധാരണ ദൈവകൃപയുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് മൂടണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഒരു സന്തോഷ വാർത്ത. വരുന്ന തിങ്കളാഴ്ച മുതൽ തിങ്കൾ ചൊവ്വ 2 ദിവസം ജീസസ് ക്യാമ്പ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പാണ്. ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സീസണിൽ VBS എല്ലാ പള്ളികളിലുമുണ്ട്. അത് ഒരാഴ്ചയുണ്ട്, 3 ദിവസമുണ്ട്. നമ്മുടെ ചർച്ചിൽ അങ്ങനെ 3 ദിവസം വെക്കാനുള്ള സമയം കിട്ടിയില്ല. ജീസസ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ VBSൻ്റെ ആത്മ നിറവുള്ള ഒരു തലമാണ്. VBS എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും കുറച്ച് കളികളും പാട്ടുകളും കാര്യങ്ങളും. ഇതിനകത്ത് ഒരു ആത്മനിറവിൻ്റെ തലമാണ്. ഇന്ന് പ്രൈസ് ജനറേഷൻ എന്ന മ്യൂസിക് ടീമൊക്കെ നിങ്ങൾ കാണുമ്പോൾ, ആ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, അവരെല്ലാം ജീസസ് ക്യാമ്പിലൂടെ എഴുന്നേറ്റ് വന്നതാണ്. ഇൻസ്ട്രുമെൻ്റ് പഠിക്കാനും പ്രാർത്ഥിക്കാനും ആത്മാവിൽ നിറയാനും ശുശ്രൂഷയിൽ വളരാനും ഒക്കെയുമുള്ള ഒരു ആത്മതലം തുറക്കുന്ന ഒരിടമാണ് ജീസസ് ക്യാമ്പ്. ഒത്തിരി കളികളുണ്ട്, ഒത്തിരി പ്രോഗ്രാമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആലപ്പുഴ യിലുള്ളവരും ആലപ്പുഴ ജില്ലയുടെ സമീപത്തുള്ളവർക്കൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാം. തിങ്കളാഴ്ച രാവിലെയും ചൊവ്വാഴ്ച രാവിലെയുമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് ആ പ്രാർത്ഥന, ആ കുഞ്ഞുങ്ങളുടെ ജീസസ് ക്യാമ്പ് നടക്കുന്നു. ഒത്തിരി ഗെയിമുകളുണ്ട്, ഒത്തിരി ചിരിക്കാനും വർഷിപ്പും ഒരു ഉത്സവ അനുഭവമാണ്. അവർക്ക് നിങ്ങൾ ഉച്ചയ്ക്കുള്ള ലഞ്ച് കൂടെ കൊടുത്തുവിടണം. രാവിലെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാവിലെ 10:30 ആരംഭിക്കും, 4 മണിക്ക് അവസാനിക്കും. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ അവരുടെ കുഞ്ഞുങ്ങളെ കൂടെ ആരെങ്കിലും കൊണ്ടുവരണം. അത് നിങ്ങൾ ആ സമയം ചെലവഴിക്കുന്നത് അവർക്കൊരു നഷ്ടവുമല്ല. ഈ പ്രാവശ്യം കുഞ്ഞുങ്ങളെ നമുക്ക് കർത്താവിൽ ആഘോഷിക്കാം. നാടൻ ഭാഷയെ പറഞ്ഞ കർത്താവിൽ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം, കർത്താവിൻ്റെ കൃപയിൽ നിറയാം. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗമുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ആലപ്പുഴ പ്രൈസ് ജനറേഷൻ ചർച്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. രാവിലെ 8 മണിക്കാണ്. ഓൺലൈനായിട്ടും നിങ്ങൾക്ക് സൂമിലൂടെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ് യു.